നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്ത് അങ്ങേരിപ്പോ മൊത്തം എയറിലാണ്. നമ്മളെ രഘുവേരനെ കുറിച്ച് പറഞ്ഞു, മണ്ടൻ എന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരാള് പറഞ്ഞത് കണ്ടു, രഞ്ജിത്തും മണ്ടനാണ് രഘുവേരയും മണ്ടനാണ് എന്നുള്ളത്. നമ്മൾ മണ്ടന്മാർ എന്നുള്ളൊരു സംഗതി അവിടെ സൈഡിൽ നിൽക്കട്ടെ. മോഹൻലാൽ ദ ലെജൻഡറി ആക്ടർ, ദ ബ്രാൻഡ് എൽ ബ്രാൻഡ്, മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടന്റെ തൃശ്ശൂർ സ്ലാങ്ങിനെ കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത്. അപ്പൊ ഇന്ന് നേര് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മോഹൻലാൽ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ ഈ ഒരു ചോദ്യം ചോദിച്ചു, രഞ്ജിത്ത് ഈ പറഞ്ഞ തൃശ്ശൂർ ഭാഷയെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ലാലേട്ടൻ എന്താണ് പറയാനുള്ളത്. ആദ്യം രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പല ഏരിയാസിൽ നിന്നും ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ കാണുന്നുണ്ട്. ആക്ച്വലി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ മോഹൻലാലിനെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ അല്ല അതിൽ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ആ ഒരു തൃശ്ശൂർ സ്ലാങ് ഉപയോഗിച്ചത് വാണ്ടഡ്ലി. ഓക്കെ, അതങ്ങനെ ഒരു മോഡുലേഷൻ വരുത്തി തൃശ്ശൂരിലുള്ള യഥാർത്ഥം അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല തൃശ്ശൂരുകാർ പറയാന്നുള്ള രീതി ജസ്റ്റ് എന്താ പറയുക കാഷ്വൽ ആയിട്ട് പറഞ്ഞിട്ട് പോയതാണ്. ആ ഒരു ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായൊരു ഇന്റർവ്യൂ ആണ് രഞ്ജിത്തിന്റെ. പക്ഷെ അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷർട്ടിന്റെ കുടുക്കഴിച്ചിട്ട് സിഗരറ്റ് വലിച്ചിരിക്കുമ്പോൾ എന്താ പറയുക മാടമ്പിത്തരം അല്ലെങ്കിൽ ആണത്ത മേൽക്കൊയ്മ എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടു. ബട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ആ സിഗരറ്റ് തന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ലൈക്ക് എന്താ പറയുക കുറേ അധികം പേര് കണ്ടിഷ്ടപ്പെടുന്ന ഒരു ഇന്റർവ്യൂ ആയി മാറുമായിരുന്നു അത്. എനിക്ക് പക്ഷേ അതൊന്നും വിഷയമല്ല, കാരണം അങ്ങേരുടെ പ്രശ്നം അങ്ങേര് വലിക്കായിരിക്കുക ഡിസ്ക്ലൈമറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ആ ഇന്റർവ്യൂ നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. പക്ഷെ അതിൽ പറഞ്ഞ 1-2 കേസുകളോട് അത്ര യോജിക്കാൻ പറ്റില്ലെങ്കിലും ലാലേട്ടൻ്റെ കേസൊക്കെ അങ്ങേര് പ്ലെയിൻ ആയിട്ട് കാഷ്വൽ ആയിട്ട് പറഞ്ഞിട്ട് പോയതാണ്. എന്താണെങ്കിൽ അങ്ങേരെ ചോദ്യം ചെന്നപ്പോൾ തന്നെ, അങ്ങേരുടെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അങ്ങേര് ഡയറക്റ്റ് ചെയ്ത അല്ലെങ്കിൽ അങ്ങേരുടെ കഥയിൽ വരുന്ന ലാലേട്ടനോ മമ്മൂട്ടിയോ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ഒരു ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്, അതിൻ്റെ ഒരു പ്രാദേശിക സ്വഭാവത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ. ഇപ്പം തൃശ്ശൂർ സ്ലാങ് എന്ന് പറഞ്ഞിട്ട് പ്രാചീനങ്ങനെ പ്രകടമായി എന്തുട്ടാ അങ്ങനെയൊന്നും ചിലപ്പോൾ തൃശ്ശൂരുകാരെ പറയണമെന്നൊന്നുമില്ല. അത് ഓരോ സന്ദർഭത്തിലാണ് ഓരോ വാക്കുകളും അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രാഞ്ചിയേട്ടനിൽ തന്നെ തൃശ്ശൂർ സ്ലാങ് ഉപയോഗിച്ചതിനെ കുറിച്ചിട്ട് രഞ്ജിത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടതും കേട്ടതും ഒന്നുമില്ല. എല്ലാവരും മോഹൻലാൽ ഉപയോഗിച്ച തൃശ്ശൂർ ഭാഷയെക്കുറിച്ച് രഞ്ജിത്ത് ഒരു ഭയങ്കര അതിഭീകരമായ പരാമർശം നടത്തിയെന്നാണ് പറയുന്നത്. ഈ എന്തുട്ടാന്നുള്ള കാര്യം പ്രാഞ്ചിയേട്ടനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. രഞ്ജിത്ത് തന്നെ പറയുന്നു ചില സ്ഥലങ്ങളിൽ അതൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാവുമ്പോൾ എന്തുട്ടൊക്കെ കയറി വരും. അപ്പം അത് പ്രാഞ്ചിയേട്ടൻ റെഫറൻസ് ഒക്കെ വെച്ച് പറയുന്നുണ്ടെങ്കിൽ, പക്ഷെ ലാലേട്ടനിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ വേറെ രീതിക്ക് രഞ്ജിത്തിന് നല്ല രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ലാലിൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട തൂവാന തുമ്പിയുള്ള തൃശ്ശൂർ ഭാഷ വളരെ ബോറാണ്. പപ്പേട്ടനും ശ്രമിച്ചിട്ടില്ല, ലാലും ശ്രമിച്ചിട്ടില്ല. അത് തൃശ്ശൂർ സ്ലാങ്ങിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുക ചെയ്തത്. നമുക്കൊരു നാരങ്ങളും കാച്ചാലോ ആ താളത്തിലൊന്നും അല്ല തൃശ്ശൂർക്കാരൻ സംസാരിക്കുക. എന്നാൽ ഇതേ ജയകൃഷ്ണൻ ക്ലാരിയോട് സംസാരിക്കുമ്പോൾ ശുദ്ധ റൊമാൻറ്റിക് പപ്പേട്ടൻ്റെ സാഹിത്യത്തിലാണ് സംസാരിക്കുന്നത്. രഞ്ജിത്തിന്റെ പെർസ്പെക്റ്റീവ് ആണ്. രഞ്ജിത്തിന് ആ സിനിമ കണ്ട സമയത്ത് ഇതൊരു പ്യുവർ തൃശ്ശൂർ സ്ലാങ് ആയി തോന്നിക്കാണില്ല. പക്ഷെ ആളുകളിലേക്ക് ഇത് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ തൃശ്ശൂർ ഭാഷ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂർ റെഫറൻസ് ഒക്കെ വരുമ്പോൾ അതർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമുക്ക് തൊട്ടായിരുന്നു നാരങ്ങളും കാച്ചിയാലോ ഈ സാധനം വരും. പിന്നെ പ്രോപ്പർ തൃശ്ശൂരിൽ ഏത് ഭാഷ സംസാരിക്കുന്നു, ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ പല രീതിയിലുള്ള ടോണിൽ സംസാരിക്കുന്ന ആളുകൾ, ഇതിൽ ടോണാണ് വ്യത്യാസം. സ്ലാങ് എന്ന് പറയുമ്പോൾ ആ ഒരു ശൈലി മാറിപ്പോകുന്നതാണ്. ഇപ്പൊ മലപ്പുറത്ത് തന്നെ മലപ്പുറം ഭാഷ പല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്ക് കൺവിൻസിങ് ആവും, ഒരാൾക്ക് കൺവിൻസിങ് ആവില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടർക്ക് ചിലപ്പോൾ ഇത് കൺവിൻസിങ് ആയി തോന്നിക്കാണില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഓക്കെ ഇത് ഇങ്ങനെ ഒരു മിമിക്ക് ചെയ്ത പോലെ ആയിട്ടൊക്കെ ഫീൽ ചെയ്ത് കാണും. അതിപ്പോൾ അതൊക്കെ പറയാനുള്ള എല്ലാ എന്തുണ്ട് ഫ്രീഡം അങ്ങേർക്കുണ്ട്. അത് തുറന്നു പറഞ്ഞ അങ്ങേര് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇര അല്ലെങ്കിൽ അയാൾ രുചിച്ചാൽ കൊത്തുകയും പിന്നെ അതിനെ എങ്ങനെ ഭംഗിയാക്കി നമ്മളെ അത്ഭുതപ്പെടുത്താമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ലാലല്ല അതർവൈസ് ലാലിൻ്റെ ബോഡി ലാംഗ്വേജും ലാലിൻ്റെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആക്ടറല്ലേ. അത് ലാൽ വളരെ മുമ്പേ തെളിയിച്ചിട്ടുള്ളതല്ലേ. ഗൾഫിൽ നിന്നും വന്ന് ബസ് വാങ്ങി പൊളിഞ്ഞ ആളായി നമ്മുടെ ഖൂർക്ക വേഷം കിട്ടിയ തൊഴിൽ രഹിതനായ ഇപ്പുറത്ത് രാജാവിൻ്റെ മകനായാലും ഇതൊക്കെ അയാൾ പിന്നെ അയാളുടെ ഭാഷയ്ക്ക് അയാളുടെ നേരത്തെ ആളമുണ്ട്.
അത് ഞാനും തമ്മിൽ വളരെ മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് വേറെ ചിലരുടെ പറയുന്നത്. ഞാൻ എഴുതുന്നൊരു മീറ്റർ ലാലിന് രഞ്ജിയൊക്കെ പലയിടത്തും പറയാം, കൃത്യമായിട്ട് ലാലിന് അത് കിട്ടും. കണ്ടോ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മഹാനടനെ കുറിച്ച് രഞ്ജിത്ത് എവിടെയും മോശമായിട്ട് ഇവിടെ പരാമർശിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഭാവമാറ്റങ്ങളും ദ കംപ്ലീറ്റ് ആക്ടറിൻ്റെ ഓരോ റോളുകൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അങ്ങനെ രഞ്ജിത്ത് എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് സിനിമയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് സ്ക്രീനിൽ. അത് തന്നെയാണ് അവരുടെ കോമ്പോൻ്റെ സക്സസ് എന്നുള്ളതും പലരും പറഞ്ഞതല്ല, നമുക്കൊക്കെ അറിയുന്ന കേസാണ്. ഇപ്പം നരസിംഹോ ആറാം തമ്പുരാനോ ഒക്കെ എത്ര സക്സസ് അവർ രണ്ടുപേരുടെ കോമ്പോയിൽ നമുക്ക് കാണുന്നുണ്ട്. സോ നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ ചോദ്യം ലാലേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂരുകാരനല്ലല്ലോ, ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ. അദ്ദേഹത്തിനെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടൊന്നും പറയല്ല. എനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ്. ഞാൻ തൃശ്ശൂരുകാരനല്ലല്ലോ, അപ്പം എനിക്കറിയാവുന്ന രീതിയിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ഇതുമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പറയാനുള്ള കാര്യം എന്താണ്, പെട്ടെന്ന് അങ്ങനെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഡയറക്ടർ അതും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആളില്ലായിരുന്നു. അല്ല, മോഹൻലാൽ ജനപ്രിയ വേഷങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു സംവിധായകൻ, അദ്ദേഹം അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നില്ല ഞാൻ. പക്ഷേ എനിക്കത് അപ്പോൾ ഈ തൃശ്ശൂർ പത്മരാജൻ അദ്ദേഹം തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ ഏറ്റവും വലിയ സൗഹൃദമുള്ള ആൾക്കാരാണ്. തൃശ്ശൂരുകാരായ ഒരുപാട് പേര് നിൽക്കുമ്പോഴാണ് നമ്മൾ പിന്നെ തൃശ്ശൂരുകാരെല്ലാം അങ്ങനത്തെ തൃശ്ശൂർ ഭാഷ സംസാരിക്കാറൊന്നുമില്ല. മനഃപൂർവ്വം അത് മോക്ക് ചെയ്തിട്ട് പല സ്ഥലത്തും നമ്മൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് തന്നെ ഒരുപക്ഷെ എന്നെ അന്ന് ആരും കറക്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. വെരി റെയർലിയാണ് ലാലേട്ടന് ഒരു കൃത്യമായ മറുപടി കൊടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നതോ കാണുന്നതോ ആയിട്ടുള്ള ഒരാൾക്കും മനസ്സിലാവാത്ത വേറെ എന്തൊക്കെയോ അങ്ങേര് പറഞ്ഞിട്ട് പോകാറാണ്. ഇതിൽ കൃത്യമായ കാര്യം പറഞ്ഞു. പക്ഷേ ഇതിലൊരു ആ മേക്ക് ബിലീഫ് എലമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലെങ്കിൽ പോലും മൂപ്പര് കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ കറക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്ന് പത്മരാജൻ എന്ന് പറഞ്ഞ ആ ഒരു ലെജൻഡറി ഡയറക്ടർക്ക് അതാണ് ആവശ്യം. അങ്ങേർക്ക് അതാണ്, ആ ഒരു ക്യാരക്ടറിന് അതാണ് ആവശ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാജറേഷൻ എല്ലായിടത്തും വരും. ഇപ്പോൾ തൃശ്ശൂർ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, തൃശ്ശൂരിലുള്ള ആളുകൾ കാണാൻ നിൽക്കുന്നു, ഓരോ കാര്യം പിൻ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂരുകാരനല്ല, തൃശ്ശൂരുകാരനല്ലാത്ത ഒരാൾ ആ റോള് ചെയ്യുമ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് ഇവിടെയാണ് മോഹൻലാലിനെ. കംപ്ലീറ്റ് ആക്ടർ ആയതുകൊണ്ട് എന്തുകൊണ്ട് മോഹൻലാലിന് ഇത് തൃശ്ശൂർ ഭാഷ എന്നാൽ കറക്റ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ റോൾ ചെയ്യുന്നവരും കറക്റ്റ് ഭാഷ പറഞ്ഞെന്ന് പറയാൻ പറ്റൂ. രാജമാണിക്യത്തിൽ മമ്മൂട്ടി പറഞ്ഞ എന്തിടേ ഈ സാധനം തിരുവനന്തപുരത്തുള്ള പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നുമല്ല തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സൈഡ് അതൊന്നുമല്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് ചുമ്മാ വെച്ച് മോഹൻലാലിനെ ട്രോളാൻ രഞ്ജിപ്പണിക്കർ പറഞ്ഞു കംപ്ലീറ്റ് ആക്ടർ അല്ല, മോഹൻലാലിനെ കൊണ്ട് പറ്റില്ല. കൃത്യമായ മറുപടി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. പിന്നെ ഇനി ലാലേട്ടനെ ട്രോൾ ചെയ്യേ പറ്റൂ എന്ന് പറഞ്ഞ് ഇറങ്ങി ട്രോളുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല.